ശ്രീ എൻ ഷംസുദ്ദീൻ. നമ്മുടെ കേരള ഗാനം രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ ശ്രീകുമാരൻ തമ്പി അപമാനിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകന്മാർ പരസ്പരം ഏറ്റുമുട്ടാനും ഇടയായി. ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നാണ് സർക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് വകുപ്പിന്റെ വീഴ്ചയാണോ അക്കാഡമിയുടെ വീഴ്ചയാണോ എന്ന് സാർ, ഈ ഏറ്റുമുട്ടലൊന്നും നടന്നിട്ടില്ല, അഭിപ്രായ പ്രകടനം മാത്രമേ ഉള്ളൂ. അതിലെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക തനിമ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കേരള ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി 6/7/2018 നമ്പർ 26/2018 പ്രകാരം സാഹിത്യകാരന്മാർ അടക്കമുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമിതി അനുയോജ്യമായ കേരള ഗാനം തിരഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. ശാശ്വതമായി നിലനിൽക്കുന്നതും കുറ്റമറ്റതുമായ ഒരു പുതിയ കേരള ഗാനം കണ്ടെത്തുകയാണ് സമിതിയുടെ ലക്ഷ്യം. സമിതിയുടെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉൾക്കൊള്ളുന്നതാണ്. സാർ, ഇത് പറയുമ്പോൾ 2014 ഒരു ഉത്തരവ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള ഗാനം കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് അംഗീകരിച്ചിരുന്നു എന്നൊരു വാദമുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അങ്ങനെ കേരള ഗാനം UDFന്റെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല. ഒരു കവിത ബോധേശ്വരൻ രചിച്ച കേരള ഗാനം എന്ന കവിത സാംസ്കാരിക വകുപ്പിന്റെ ചടങ്ങുകളിൽ പാടുന്നതിന് വേണ്ടി മാത്രമാണ് അനുവാദം കൊടുത്തത്. ഇതാണ് അതിന്റെ വസ്തുത.